ഞങ്ങൾക്ക് ഇത് ആവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയുടെ പറഞ്ഞല്ലോ, വികാരം പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞങ്ങൾക്ക് നാടിന്റെ ഒരു മുത്ത ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ഞങ്ങളുടെ അനിയൻ ഞങ്ങൾ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായിട്ടും അത് ശാശ്വത പരിഹാരം. ഞങ്ങൾക്ക് ഇവിടെ ആനയില്ലായിരുന്നു. 50 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആനയില്ലായിരുന്നു. പെരിയാറിന് അക്കരയിൽ നിന്ന് ഇവിടെ വന്ന ആന ഇത് അക്കരയ്ക്ക് തന്നെ ഇതിപ്പോൾ അത് നടന്നിട്ടില്ല ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഈ ആനേനെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നെങ്കിൽ ആകെ 10-16 കിലോമീറ്റർ ഇതുള്ളൂ, ഫോറസ്റ്റ് ഏരിയ ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഏരിയയിൽ 10-30 ആനയ്ക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് സ്ഥിതിക്ക് ആന ഈ ഫെൻസിങ് പൊളിച്ച് വന്നുകൊണ്ട് 1 മാസത്തോളമായിട്ട് ഞങ്ങൾ ഇതിന് കാവല് കിടക്കുകയാണ്. എല്ലാം ഫോറസ്റ്റുകാരെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ 2019 വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെക്ക് ഡാമും കെട്ടി കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. പിന്നെ എങ്ങനെ അവരതറിയാതെ ഇവിടെ ആന വരുന്നു? ഞങ്ങൾക്ക് ഇനി ഒരു ജീവൻ മുള്ളിരിക്കാട് എന്തായാലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയ ആവശ്യമാണ്, പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലേക്ക് ഞങ്ങൾ ആകാവുന്നതെല്ലാം ചെയ്യും. നമുക്ക് എല്ലാവരുടെയും ആവശ്യമല്ലേ? അതെ, സാറ് ഇതിനകത്ത് മുൻകൈ സംഗതി ചെയ്ത് ഞങ്ങൾ തന്നിരിക്കണം. ഞാനൊരു ഭയങ്കര കിടപ്പുകയാണ്. ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഉണ്ട്. ഇനി ഇത് ഉണ്ടാകരുതെന്നുള്ള ആവശ്യം നമ്മൾ എല്ലാവരുടെയാണ്. ഒരു സംഭവം നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഇനി നമുക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. അത് തീർച്ചയായിട്ടും